പൈത്തൺ പഠിച്ചതിനെക്കാട്ടിയും കൂടുതൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും കൂടി രണ്ടും കൂടെ സെറ്റ്. ഡിഗ്രിക്ക് കിട്ടിയ മാർക്ക് കൊണ്ടൊന്നും നമുക്കൊരു വാല്യൂ ഇല്ലെന്ന് മനസ്സിലായി. നമ്മുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് തന്നെ മനസ്സിലായി. ജോബ് കിട്ടുമോ, എന്തായിരിക്കും ഇവിടെ വന്നിട്ട് പഠിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. നമുക്കൊരു കോഴ്സ് പഠിക്കണം, ഇപ്പം നമുക്ക് 8 മാസം കൊണ്ട് പഠിക്കാം, 10 മാസം കൊണ്ട് പഠിക്കാം, ഒരു പ്ലാറ്റ്ഫോം പഠിക്കാണ്ട്. പക്ഷെ നമുക്കൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ ആ 8 മാസം നമുക്ക് 6 മാസം കൊണ്ട് പഠിക്കാൻ കഴിയും. എൻ്റെ ഈ സ്വഭാവം കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ശരിയാവൂല, അങ്ങനെ പറഞ്ഞ് അവരെന്നെ റെഡിയാക്കി എടുത്തതാ. നമുക്കിപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും ഡെയിലി നമുക്ക് ജോബ് അപ്ഡേറ്റ്സ് ഒക്കെ ഡെയിലി അവർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അതിൻ്റെ ഇടയിലാണ് രാഹുൽ സാറിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും കിട്ടും എന്നുള്ള ഒരു ഹോപ്പ് സാറ് തന്നിട്ടാണ് ഇവിടുന്ന് പോയത്. മനസ്സിലാക്കി മാർക്കറ്റ് പൊതുവെ കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പോൾ അന്ന് നമുക്ക് കയറി നമുക്ക് കുറച്ചുകൂടെ മാർക്കറ്റിംഗ് മോർ ദാൻ ക്യാമ്പസിനെ കുറിച്ച് നമുക്ക് അറിവ് വേണം. ഹലോ എവരിവൺ, ഇന്ന് നമ്മളുള്ളത് ലൂമിനാറിന്റെ കാലിക്കറ്റ് ബ്രാഞ്ചിലാണ്. ട്രാൻസെൻഡ് സൊല്യൂഷൻസ് എന്നുള്ള കമ്പനിയിൽ നമ്മുടെ 4 സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. അവരുടെ സക്സസ് സ്റ്റോറി ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവരുടെ സ്റ്റോറിയെ പറ്റി. ഹലോ സാർ, വെൽക്കം ബാക്ക്. ഓക്കെ, സാറിന് എങ്ങനെയായിരുന്നു? IT ബാക്ക്ഗ്രൗണ്ട് തന്നെ ആയിരുന്നോ? ഞാൻ BCA പഠിച്ചായിരുന്നു, കോൺകോഡിലാണ് ചെയ്തത്, കണ്ണൂര്. പിന്നെ BCA കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ലൂമിനാറിലോട്ട് എത്തിയത്? ലൂമിനാറിലേക്ക് ഞാൻ പൈത്തൺ ഡെവലപ്പർ സെർച്ച് ചെയ്തെത്തിയത്, അങ്ങനെ ഇവിടത്തേക്ക് എത്തി, നമ്മുടെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ ഇവിടെ എത്തി. ഓക്കെ, അപ്പോൾ പൈത്തൺ ഡെവലപ്പർ ആവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് അപ്പൊ പൈത്തൺ എന്നുള്ള സംഭവം നമുക്കറിയാലോ, IT നമുക്ക് ഒരുപാട് സ്റ്റാക്സ് വരുന്നുണ്ട്. എങ്ങനെയാണ് പൈത്തണിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ? കുറച്ചും കൂടി പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നത്, പെട്ടെന്ന് സിമ്പിളാണെന്ന് തോന്നിയത് പൈത്തണാണ്. ബാക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ പൈത്തണാണ് സിമ്പിളെന്ന് തോന്നി. ഓക്കെ, അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ലൂമിനാറിലൊരു എക്സ്പീരിയൻസ്? ലൂമിനാറിലെ എക്സ്പീരിയൻസ് നന്നായിരുന്നു. എനിക്കിവിടെ ഒരു പൈത്തൺ പഠിച്ചതിനെക്കാട്ടിയും കൂടുതൽ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും കൂടി രണ്ടും കൂടെ സെറ്റ്. ഓക്കെ, എന്താണ് ഈ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഇമ്പ്രൂവ് ആയത്? എടുത്ത് പറയാന്ന് വെച്ചാൽ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന വെച്ചാൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്ന രീതി നടക്കൊന്നും ഉണ്ടാവില്ല, കുറച്ച് ഇതായിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇവിടുന്ന് അങ്ങനെ HRസിന്റെ ഒക്കെ ട്രെയിനിങ് കിട്ടുന്നു. വിജിതാമിസിന്റെ പേഴ്സണലായിട്ട് ഇങ്ങനെയാണ് ഇന്റർവ്യൂ ഉണ്ടാവും. എൻ്റെ ഈ സ്വഭാവം കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ശരിയാവൂല, അങ്ങനെ പറഞ്ഞ് അവരെന്നെ റെഡിയാക്കി എടുത്തതാ. ലൂമിനാർ എന്നെ മോൾഡ് ചെയ്തെടുത്തതായിട്ടാണ് ഫീൽ ചെയ്തത്. എനിക്കങ്ങനെ. ഓക്കെ, പിന്നെ എങ്ങനെ വിജിതാമിസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ? വിജിതാമിസിനെ നല്ലൊരു ട്യൂട്ടറിനൊക്കെ ഉപരി നല്ലൊരു ഫ്രണ്ടിനെ പോലെ. അപ്പം നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് സംശയങ്ങൾ ചോദിക്കും. നമ്മൾ ഫ്രണ്ടിനോടാകുമ്പോൾ ഒന്നും ഇല്ലാണ്ട് ചോദിക്കാമല്ലോ, ഫ്രീ ആയിട്ട് ചോദിക്കാമല്ലോ, അങ്ങനെ ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ ടീച്ചറുടെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ പ്രൊജക്ട് ചെയ്യാനായി കഴിഞ്ഞാൽ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. ഏത് കമ്പനിയിലോട്ടാണ് ഇപ്പൊ പ്ലേസ്ഡ് ആയിട്ടുള്ളത്? ഞാൻ ട്രാൻസെൻഡ് സൊല്യൂഷനിലേക്കാണ് പ്ലേസ്ഡ് ആയിട്ടുള്ളത്. എന്തായിരുന്നു ജോബ് റോൾ? എന്തായിരുന്നു ജോബ് റോൾ? ജൂനിയർ പൈത്തൺ ഡെവലപ്പർ ആയിട്ടാണ് സെലക്ട് ആയിട്ടുള്ളത്. എങ്ങനെ ഉണ്ടായിരുന്നു HRസിന്റെ ഭാഗത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ? ഇവിടെ നല്ലൊരു ട്രെയിനിങ് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമ്മള് അവിടെ എങ്ങനെയാണോ ട്രെയിനിങ്, അതേപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിരിക്കും. കൂടി ആ ഒരു പേടി പോയി കിട്ടും. ചോദ്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവും, എങ്ങനെ ആയിരിക്കും വരിക, നമ്മൾ ഉദ്ദേശിച്ചത്ര സിമ്പിൾ ആയിരിക്കൂല, കുറച്ചും കൂടി ഇങ്ങനെയാണ് വരിക എന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ്ലി ലൂമിനാറിൽ ജോയിൻ ചെയ്തിട്ട് ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു. വെൽക്കം. ഹായ് അനക, വെൽക്കം ബാക്ക് ടു ലൂമിനാർ. ഓക്കെ, അനക എങ്ങനെയായിരുന്നു? MSc ആയിരുന്നു, MC ആയിരുന്നു? MC ആയിരുന്നു. അനക MCAക്ക് ശേഷം ഡയറക്ട്ലി ലൂമിനാറിലോട്ട് വരെയായിരുന്നു ചെയ്തത്? അല്ല, ഞാൻ MCA കഴിഞ്ഞിട്ട് ഒരുപാട് ജോലി അന്വേഷിച്ച് നടന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി നമുക്കൊരു ഡിഗ്രിക്ക് കിട്ടിയ മാർക്ക് കൊണ്ടൊന്നും നമുക്കൊരു വാല്യൂ ഇല്ലെന്ന് മനസ്സിലായി. നമ്മുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യണം എന്ന് തന്നെ മനസ്സിലായി. അങ്ങനെ ഞാൻ നോക്കി ഏത് ലാംഗ്വേജ് ഞാൻ ചൂസ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ MCAക്ക് ചെയ്ത പ്രൊജക്റ്റ് ഞാൻ പൈത്തൺ യൂസ് ചെയ്തു. അപ്പോൾ അതെനിക്ക് കുറച്ചും കൂടെ ഈസി ആയി, പഠിക്കാനും ചെയ്യാനാണെങ്കിലും എനിക്ക് ഭയങ്കര ഈസി ആയി തോന്നി. അങ്ങനെ ഞാൻ പൈത്തണിലേക്ക് പൈത്തൺ അങ്ങനെ എടുക്കാന്നുള്ള രീതിക്ക്, പൈത്തൺ ഫോക്കസ് ചെയ്യാന്നുള്ള രീതിക്ക് തീരുമാനിച്ചു. പിന്നെ എങ്ങനെയാണ് ലൂമിനാറിലേക്ക് എത്തിയത്? പൈത്തൺ എടുക്കാന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് എവിടെ പഠിക്കണം. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് ഇപ്പോൾ നമുക്ക്. അങ്ങനെ എവിടെ പഠിക്കണം എന്ന് ആലോചിച്ചു. അങ്ങനെ നോക്കി സെർച്ച് ചെയ്തു, ഇന്റർനെറ്റ് വഴി കുറേ സെർച്ച് ചെയ്തു. അങ്ങനെയാണ് ലൂമിനാറിനെ പറ്റി അറിഞ്ഞത്. പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സ് ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇല്ല, കൊച്ചിയിലായിരുന്നു. അങ്ങനെ അവര് വഴി അന്വേഷിച്ചു. അവരൊക്കെ നല്ല പോസിറ്റീവ് റിവ്യൂസ് ആണ് തന്നത്. അവിടുത്തെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നോക്കി ഇവിടെ കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് ഓക്കെ ഇവിടെ ജോയിൻ ചെയ്യാന്നുള്ളൊരു മൈൻഡായി. അങ്ങനെ ഇവിടെ ജോയിൻ ചെയ്തതിനു ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു ലൂമിനാറിന്റെ മൊത്തത്തിലൊരു അറ്റ്മോസ്ഫിയർ ആണെങ്കിലും ക്ലാസ്സസ് ആണെങ്കിലും മൊത്തത്തിൽ ലൂമിനാറിന്റെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രീതിയിൽ ലൂമിനാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി വിജിതാമിസിന്റെ കാര്യമാണ്.
മിസ് ഭയങ്കര നല്ലപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ മിസ് ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ നമുക്ക് ബേസിക് തൊട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഒരു നോൺ IT എന്ന് വരുന്ന ഒരു കുട്ടികൾക്ക് പോലും എങ്ങനെ ഇതിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് മിസ് നന്നായിട്ട് പറഞ്ഞു തരും. നമുക്ക് ഓരോ ഡൗട്ടും മിസ് നമ്മുടെ അടുത്ത് വന്ന് അത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്ന് നല്ല രീതിക്ക് മിസ്സിന്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ടുണ്ടായി. ഓക്കെ, ബാക്കി എങ്ങനെയായിരുന്നു AC-മാരുടെ ആണെങ്കിലും HR-മാരുടെ ഒക്കെ HR ഡിപ്പാർട്ട്മെന്റിന്റെ സപ്പോർട്ട്? അമീഷ മിസ് നല്ലപോലെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ ക്ലാസ്സിൽ വന്നിട്ടാണെങ്കിലും നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മിസ് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, HR ഡിപ്പാർട്ട്മെന്റ് സപ്പോർട്ടിങ് അതും നല്ല രീതിയിലായിരുന്നു. നമുക്കിപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടാണെങ്കിലും ഡെയിലി നമുക്ക് ജോബ് അപ്ഡേറ്റ്സ് ഒക്കെ ഡെയിലി അവർ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പോൾ ടോട്ടലി ലൂമിനാറിലെ എക്സ്പീരിയൻസിൽ ഹാപ്പിയാണ്. ഹായ് വൈഷ്ണവി. ഓക്കെ, ഒരു നോൺ IT ഫീൽഡിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഒരു IT ജോബ് സ്വന്തമാക്കിയ ആളാണ് വൈഷ്ണവി. അപ്പൊ എന്താണ് വൈഷ്ണവിക്ക് ഫീൽ ചെയ്യുന്നത്? വളരെ സന്തോഷമുണ്ട്. കാരണം നോൺ IT ഫീൽഡിൽ നിന്ന് വരുന്ന ഒരാളായതുകൊണ്ട് ജോബ് കിട്ടുമോ, എന്തായിരിക്കും ഇവിടെ വന്നിട്ട് പഠിക്കാൻ കഴിയുമോ എന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് രാഹുൽ സാറിൻ്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു ഇവിടെ. ആ ടൈമിൽ സാറ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോൺ ITയിൽ നിന്ന് വന്ന ഒരുപാട് പേർക്ക് ഇവിടെ പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും കിട്ടും എന്നുള്ള ഒരു ഹോപ്പ് സാറ് തന്നിട്ടാണ് ഇവിടുന്ന് പോയത്. വിജില മിസ് ആയിരുന്നു എൻ്റെ ട്രെയിനർ. ആ ടൈമിന് മിസ് ബേസിക് മുതലാണ് ക്ലാസ്സുകൾ എടുത്തിരുന്നത്. അപ്പോൾ ഒരുപാട് പഠിക്കാൻ പറ്റി ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട്. പിന്നെ CRM-ലായാലും വിട്ടുപോയ ക്ലാസ്സുകളും മനസ്സിലാവാത്ത ക്ലാസ്സുകളൊക്കെ നമുക്ക് അതിൽ തന്നെ കണ്ടിട്ട് പിറ്റേന്ന് വന്ന് ചോദിച്ചാലും മിസ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ കൂടെ തന്നെ നിന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എങ്ങനെയായിരുന്നു ലൂമിനാറിലേക്ക് എത്തിയത്? ലൂമിനാർ ഓപ്റ്റ് ചെയ്യാനുള്ള റീസൺ ആണ്? ലൂമിനാറിൽ ഞാൻ സോഷ്യൽ മീഡിയ വഴിയാണ് കണ്ടത്. ആ സമയത്ത് ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് കണ്ടത്. അപ്പോൾ ഒരുപാട് പ്ലേസ്മെന്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ് പിന്നെ ഞാനിവർ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അനുഷ മിസ്സിനായിരുന്നു കോണ്ടാക്ട് ചെയ്തത്. ആ സമയത്ത് മിസ്സാണ് പറഞ്ഞത് ഇവിടെ വന്ന് ജോയിൻ ചെയ്യാൻ. എങ്ങനെ ഉണ്ടായിരുന്നു ടോട്ടൽ ലൂമിനാർ എക്സ്പീരിയൻസ്? എങ്ങനെ? നല്ല അടിപൊളിയായിരുന്നു. ക്ലാസ് ആയാലും ടീച്ചേഴ്സ് ആയാലും HR-മാരായാലും ഒക്കെ അടിപൊളിയായിരുന്നു. ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എത്ര ബാക്കിലായാലും അവർ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നന്നായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഒരു നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നുകൊണ്ട് തന്നെ ഒരു IT ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡിഫറെന്റ് ആണല്ലോ. ഓരോ ഇതും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ആ പ്രിപ്പറേഷൻസ് ഒക്കെ? എങ്ങനെ ഉണ്ടായിരുന്നു അത്? ഒന്നും അറിയാത്ത കാര്യങ്ങൾ ഫസ്റ്റ് മുതലേ നമുക്ക് ക്ലാസ്സുകൾ എടുത്തു തരുന്നുണ്ട്. HR റൗണ്ട് ആയാലും ഫസ്റ്റ് അതിനെപ്പറ്റി പഠിപ്പിച്ചതിന് ശേഷമാണ് നമുക്ക് ഈ റൗണ്ടിലേക്കൊക്കെ പോവേണ്ടി വരും. അപ്പോൾ ഒരു ദിവസം ഫുള്ളായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട്. റെസ്യൂം ഉണ്ടാക്കാനായാൽ പോലും അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് നമ്മളെ. ആദ്യം ക്ലാസ്സുകൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ തന്നെ ചെയ്തിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവരുള്ള തെറ്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോഴുള്ള എക്സ്പീരിയൻസ്? അത് ഇവിടുത്തെ ഇന്റർവ്യൂസ് കിട്ടുന്ന സമയത്ത് നമുക്ക് അവിടെ പോകുമ്പോൾ എത്രത്തോളം പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലും ഇവിടെ HR-മാർ കറക്റ്റ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ നമുക്ക് ആ മിസ്റ്റേക്ക് ഒക്കെ സോൾവ് ചെയ്തിട്ട് തന്നെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, അപ്പൊ ടോട്ടൽ നമ്മുടെ ഒരു ലൂമിനാർ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ആളെ ഹാപ്പി ആണോ? അതെ, ഹാപ്പിയാണ്. താങ്ക് യു. ഹായ്. ഹായ്. ഓക്കെ, ഒരു ബിടെക്കാരനാണ് അല്ലേ? ഓക്കെ, ബിടെക് കഴിയുമ്പോൾ യൂഷ്വലി നമ്മളെല്ലാവരും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആ ഒരു ലെവൽ ഓൾറെഡി വരും. പിന്നെ എന്തുകൊണ്ടാണോ സ്കിൽ അപ്പ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെ ഒരു തോട്ട് വരാനുള്ള റീസൺ എന്താ? ഇപ്പോൾ നമ്മൾ പാസ് ജൂൺ മാസമാണ്. അപ്പോൾ നമ്മൾ ജൂണിൽ നമുക്ക് പ്ലേസ്മെന്റ് കിട്ടിയില്ല ക്യാമ്പസിൽ. അപ്പോൾ നമ്മളൊരു 2 മാസം ഗ്യാപ്പ് ഇട്ടു. ഇത് കിട്ടുമോ നോക്കാൻ വേണ്ടി ഗ്യാപ്പ് ഇട്ടു. പക്ഷെ നമുക്ക് എന്തൊരു കിട്ടിയില്ല. അപ്പോൾ മനസ്സിലാക്കി മാർക്കറ്റ് പൊതുവെ കോമ്പറ്റീഷൻ കൂടുതലാണ്. അപ്പോൾ അന്ന് നമ്മൾ കയറി നമുക്ക് കുറച്ചുകൂടെ ആഡ് ഓൺ വിത്തിങ് മോർ ദാൻ ക്യാമ്പസിനൊക്കെ കുറച്ചുകൂടെ നമുക്ക് അറിവ് വേണം. അപ്പോൾ നമ്മളിങ്ങനെ ജസ്റ്റ് ഓൺലൈൻ സെർച്ച് ആക്കി ഇങ്ങനെ 2-3 ക്യാമ്പസ് കമ്പയർ ആക്കി. പിന്നെ അങ്ങനെ കുറച്ച് കമ്പയർ ആക്കിയപ്പോൾ ഇവരെ പ്ലേസ്മെൻറ്റും പിന്നെ ഫീസൊക്കെ നോക്കി കുറച്ച് അഫോർഡബിൾ ആയിരുന്നു. സോ സ്കില്ല് ആഡ് ഓൺ ചെയ്യാനും ഈ കാര്യത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഒരു ബിടെക്കറിന് നിങ്ങൾക്ക് പല ടെക്നോളജീസിനെ കുറിച്ചിട്ടുള്ള അറിവുണ്ടായിരുന്നു. അങ്ങനെ എന്തുകൊണ്ടാണ് പൈത്തൺ? ബേസിക്കലി പൈത്തൺ പൊതുവെ ഈസിയാണ് പഠിക്കാൻ. മാത്രമല്ല ഇപ്പോൾ പിന്നെ AI-ൻ്റെ കാര്യമാണ്. ഇപ്പോൾ AI ആയാലും AI ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നതും അതിൻ്റെ എല്ലാ ടൈപ്പിംഗ് കാര്യത്തിൽ പൈത്തണിൽ വരും. അപ്പോൾ അത് പഠിച്ചെടുത്താൽ കുറച്ചുകൂടെ ഈസിയാണ് പഠിക്കാം. ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാവും ചെയ്യും. AI-ലും കൂടെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ കമ്പനിയിൽ പ്ലേസ്മെന്റ് സമയത്താണെങ്കിലും പ്രൊജക്റ്റിലൊക്കെ AI ഉള്ളതുകൊണ്ട് ആ രീതിക്കും കൂടെ ഉള്ളൊരു ഒരു പോസിറ്റീവ്നെസ് കമ്പനീന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു?
അപ്പോൾ ഇൻ്റർവ്യൂ സമയത്ത് അവരെന്നെ അധികം ചോദിച്ച് AI റിലേറ്റഡ് ആയിരുന്നു. പിന്നെ പ്രൊജക്റ്റും AI ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ അവർ പറഞ്ഞ് ഇനിയിപ്പോൾ ഫ്യൂച്ചർ അങ്ങോട്ട് AI ആണ്. ഇപ്പോൾ സാധാ ജോബൊക്കെ പൊതുവെ AI റീപ്ലേസ് ചെയ്യണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞ് AI താല്പര്യം ഉണ്ടെങ്കിൽ ഒന്നുകൂടി AI അഡ്വാൻസായി പഠിക്കാൻ അവർ അവസരം തരാമെന്ന് പറഞ്ഞു. അതല്ല പൈത്തൺ അത്യാവശ്യം ബേസിക് അറിയാവുന്നവർ AI പഠിക്കാൻ ഈസി ആവുമെന്ന് പറഞ്ഞു. ടോട്ടൽ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അപ്പോൾ നമുക്ക് എന്ത് സംശയം, നമുക്കിപ്പോൾ ഒരു കോഴ്സ് പഠിക്കണമെങ്കിൽ ഇപ്പോൾ നമുക്ക് 8 മാസം കൊണ്ട് പഠിക്കാം, 10 മാസം കൊണ്ട് പഠിക്കാം. അപ്പോൾ ഒരു പ്ലാറ്റ്ഫോം പഠിക്കാണ്ട്, പക്ഷെ നമുക്കൊരു മെൻറ്റർ ഉണ്ടെങ്കിൽ ആ 8 മാസം നമുക്ക് 6 മാസം കൊണ്ട് പഠിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ സമയം ചൂസ് ചെയ്യാൻ നമുക്ക് നല്ലൊരു മെൻറ്ററിനെ കിട്ടുകയും ചെയ്യും. പിന്നെ അത് കുറച്ച് കൂടെ ലേണിംഗ് ഫാസ്റ്റ് ചെയ്യും. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ലൈക്ക് HR സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? HR ഗുഡായിരുന്നു. കാരണം നമുക്കിപ്പോൾ HR എന്തായാലും ഏകദേശം എല്ലാവരും ഒരേ ചോദ്യം ചോദിക്കുക, ലിമിറ്റില്ല ക്വസ്റ്റ്യൻസിനെല്ലാം. നമുക്ക് ഇവിടുന്ന് ആദ്യം പറഞ്ഞു തരും ഇന്ന കാര്യം ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അതിന് കറക്റ്റ് ആൻസർ ഫോർമാറ്റ് ഉണ്ടാവും. നമ്മൾ ആ ഫോർമാറ്റ് പഠിച്ചു പോയാൽ നമുക്കത് എന്തായാലും കിട്ടുകയും ചെയ്യും. അവർ ചോദിക്കുന്ന ചോദ്യം ഒരു പാറ്റേൺ സെയിം ആയിരിക്കും. ടോട്ടൽ ലൂമിനാറിന്റെ എക്സ്പീരിയൻസ് ഹാപ്പിയാണ്. 10 out of 10 I was happy. ഇവരുടെ സക്സസ് സ്റ്റോറി നിങ്ങളിപ്പോൾ കണ്ടല്ലോ. അപ്പോൾ നിങ്ങളും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും ഒരു IT സെക്ടറിൽ അല്ലെങ്കിൽ IT മേഖലയിൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടായിരിക്കുമോ? നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യും.